ഹായ് ഹലോ വെൽക്കം ടു വൺസ്. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് S4 ഇലക്ട്രോണിക്സിലെ മൈക്രോ കൺട്രോളർ എന്ന് പറയുന്ന പർട്ടിക്കുലർ സബ്ജക്റ്റിൽ മൊഡ്യൂൾ 1 വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, ദാറ്റ് ഈസ് റാം ഓർഗനൈസേഷൻ. ഓക്കെ, ഇത് സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റാം ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഈ സംഭവം എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ 8051 സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ജനറൽ മൈക്രോ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം ദ റാം മീൻസ് റാൻഡം ആക്സസ് മെമ്മറി, ഓക്കെ, ഇൻ വിച്ച് ദ ഡാറ്റ ഈസ് സ്റ്റോർഡ്. ഏതൊരു കമ്പ്യൂട്ടർ എടുത്തു കഴിഞ്ഞാലും ദർ ആർ ടു ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻസ് ദാറ്റ് വി ഹാവ്. ഒന്ന് പറയുന്നത് ഡാറ്റ, ദ അതർ ഈസ് പ്രോഗ്രാം. ഓക്കെ, സോ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റാം യൂസ് ചെയ്യുന്നത്, പ്രോഗ്രാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റോം യൂസ് ചെയ്യുന്നത്. ഡാറ്റ മീൻസ് നമ്മളൊരു കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് ഒരു അഡീഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഈ അഡീഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന അഡീഷൻ ഓപ്പറേഷൻ ചിലപ്പം എനിക്ക് ആഡ് ചെയ്യേണ്ടത് 1 + 3 ആയിരിക്കും, ചിലപ്പം കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ആഡ് ചെയ്യേണ്ടത് 100 + 13 ആയിരിക്കും. അപ്പോൾ ഈ സംഭവങ്ങൾ മാറിക്കൊണ്ടിരിക്കും അല്ലേ. പക്ഷേ ഇത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം അത് ഓരോ പ്രാവശ്യവും മാറുന്നുണ്ടോ? ഇല്ല, പ്രോഗ്രാം ഈസ് ഫിക്സ്ഡ് അല്ലെ. എല്ലാ നമ്പറിനെയും ആഡ് ചെയ്യാനുള്ള പ്രോഗ്രാം സെയിം ആണ്, പക്ഷേ നമ്മൾ ആഡ് ചെയ്യേണ്ട നമ്പേഴ്സ്, കൊടുക്കുന്ന നമ്പേഴ്സ് ഡിഫറെൻ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന നമ്പേഴ്സ് ആണ് ഈ ഒരു സെനേറിയോയിൽ ഡാറ്റ എന്ന് പറയുന്നത്. അത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം, ദാറ്റ് ഈസ് ദ പ്രോഗ്രാം. ആ പ്രോഗ്രാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീഡ് ഓൺലി മെമ്മറി റോം യൂസ് ചെയ്യുന്നത്. ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റാൻഡം ആക്സസ് മെമ്മറി യൂസ് ചെയ്യുന്നത്. റാം എന്ന് പറയുന്നത് വോളറ്റൈൽ മെമ്മറിയാണ്. അതിൻ്റെ അകത്തുള്ള ഡാറ്റ പെർമനൻ്റ്ലി സ്റ്റോർഡ് ആയിരിക്കില്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇപ്പം ഞാൻ പറഞ്ഞ എക്സാമ്പിൾസിൽ തന്നെ അത് ക്ലിയർ ആണ്. നമ്മൾ 2 നമ്പറിനെ ആഡ് ചെയ്യണമെങ്കിൽ 28 + 32 ഇത് എനിക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഈ നമ്പർ പെർമനൻ്റ് ആയിട്ട് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ഇന്ന് ആഡ് ചെയ്ത നമ്പർ തന്നെ നാളെ ആഡ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാത്തതുകൊണ്ട് ആ ഡാറ്റ പെർമനൻ്റ്ലി അതിൻ്റെ അകത്ത് സ്റ്റോർഡ് ആയിരിക്കില്ല. പവർ ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് ചെയ്യുന്ന സമയത്ത് ഈ ഡാറ്റ ലോസ്റ്റ് ആയിരിക്കും. സോ ആ ടൈപ്പ് ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വോളറ്റൈൽ മെമ്മറി, അതായത് റാം മെമ്മറി ആണ് യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് റാൻഡം ആക്സസ് മെമ്മറി. 8051 സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അകത്ത് ഇന്റേണലി 128 ബൈറ്റ്സ് ഓഫ് റാം ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ 8051 സംബന്ധിച്ചിടത്തോളം അതിന് ഉള്ള ഇന്റേണൽ റാമിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 128 ബൈറ്റ്സ്. സോ ഈ റാം നിങ്ങൾക്ക് പോരാന്നുണ്ടെങ്കിൽ, ഡാറ്റയുടെ കാര്യം ഞാൻ പറഞ്ഞു, നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ഡാറ്റയാണ് ഒരു മൈക്രോ കൺട്രോളറിനെ ബേസ് ചെയ്തിട്ടുള്ള ഓപ്പറേഷനിൽ നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്നത്. അപ്പോൾ 128 ബൈറ്റ് ഓഫ് റാം നിങ്ങൾക്ക് പോരാന്നുണ്ടെങ്കിൽ യു ക്യാൻ എക്സ്റ്റെൻഡ് ദ റാം to 64 KB എക്സ്റ്റേണലി. നിങ്ങൾക്ക് എക്സ്റ്റേണൽ 64 KB റാം വരെ നമുക്ക് ഈ മൈക്രോ കൺട്രോളറിനോട് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഫോണൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് കാണാറുണ്ട്. ഫോണിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോണിൻ്റെ ഇന്റേണൽ മെമ്മറി നിങ്ങൾക്ക് സഫീഷ്യൻ്റ് അല്ലെങ്കിൽ വി ക്യാൻ എക്സ്റ്റെൻഡ് ദ ഫോൺ മെമ്മറി ബൈ യൂസിങ് മെമ്മറി കാർഡ്സ്. അതേപോലെ തന്നെ മൈക്രോ കൺട്രോളർ 8051 മൈക്രോ കൺട്രോളറിൻ്റെ 128 ബൈറ്റ്സ് ഓഫ് ഇന്റേണൽ റാം നിങ്ങൾക്ക് സഫീഷ്യൻ്റ് അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഓപ്പറേഷന് ഡാറ്റ ആക്സസ് ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സ്റ്റേണലി റാമിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇനി ഈ 128 ബൈറ്റ്സ് ഓഫ് ഇന്റേണൽ റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി മെമ്മറി ലൊക്കേഷൻസ് എങ്ങനെയാണ് ഈ 128 ബൈറ്റ്സ് എന്നൊക്കെ അതെങ്ങനെയാണ് പറയുന്നത്? അതായത് ഇതാണ് ഒരു റാം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ കൊള്ളുന്ന ഡാറ്റ എന്ന് പറയുന്നത് 8 ബിറ്റ്സ് ആയിരിക്കും. ഓക്കെ, ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ 8 ബിറ്റ്സ് ഓഫ് ഡാറ്റ കൊള്ളും. 8 ബിറ്റ്സ് ഓഫ് ഡാറ്റേനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? 1 ബൈറ്റ് എന്ന് അല്ലെ. അപ്പോൾ ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ലൊക്കേഷനിൽ 1 ബൈറ്റ് ഓഫ് ഡാറ്റ കൊള്ളും. അപ്പോൾ 128 ബൈറ്റ്സ് ഓഫ് ഇന്റേണൽ റാം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ? ഇങ്ങനത്തെ 128 ലൊക്കേഷൻസ് ഉണ്ട്. ഓരോ ലൊക്കേഷൻസിലും 8 ബിറ്റ് വീതം കൊള്ളുന്നതാണ് അതിന്റെ അർത്ഥം. ക്ലിയർ ആണല്ലോ? സോ നമുക്ക് ഓർഗനൈസേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് ക്ലിയർ ആയിട്ട് നോക്കാം. ഈ ഡയഗ്രാം കണ്ട് നിങ്ങൾ പേടിക്കേണ്ട, ഇതിൻ്റെ ഓരോ സെക്ഷനും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. സോ അതുകൊണ്ട് നിങ്ങൾ യാതൊരു വിധത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല. സോ റാം ഓർഗനൈസേഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു 8051 ഇന്റേണൽ റാമിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 128 ബൈറ്റ് ആണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ 128 ലൊക്കേഷൻസ്, 128 ലൊക്കേഷൻസ് ഓഫ് 1 ബൈറ്റ് ഈച്ച്. ഓരോ ലൊക്കേഷനിലും 8 ബിറ്റുകളാണ് കൊള്ളുക. സോ അങ്ങനെ 1 ബൈറ്റ്, 8 ബിറ്റിനെയാണല്ലോ 1 ബൈറ്റ് എന്ന് പറയാം. അപ്പോൾ 1 ബൈറ്റ് വീതം കൊള്ളുന്ന 128 ലൊക്കേഷൻസ് ചേരുമ്പോഴാണ് 128 ബൈറ്റ്സ് ആവുന്നത്. ദ അഡ്രസ് റേഞ്ച്
ഈ മെമ്മറി ലൊക്കേഷന് എല്ലാ മെമ്മറി ലൊക്കേഷൻസിനും അഡ്രസ്സ് വേണം അല്ലെ. മെമ്മറിന്റെ അകത്ത് നമുക്കൊരു ഡാറ്റ എടുക്കണമെങ്കിൽ ആ പർട്ടിക്കുലർ ഡാറ്റ ഇരിക്കുന്ന അഡ്രസ്സ് പറഞ്ഞു കൊടുക്കണം. എന്നാൽ മാത്രമല്ലേ കൺട്രോളറിന് ആ ഡാറ്റ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മെമ്മറി ലൊക്കേഷനിലെ ഓരോ ലൊക്കേഷൻസും അഡ്രസ്സ് ഉണ്ടാവും. അപ്പോൾ 128 ബൈറ്റ്സ് ഓഫ് റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ റേഞ്ച് ഓഫ് അഡ്രസ്സ് അതിനുണ്ടാവും. ആ പർട്ടിക്കുലർ റേഞ്ച് ഓഫ് അഡ്രസ്സ് എന്ന് പറയുന്നത് 00 മുതൽ 7F വരെയുള്ള അഡ്രസ് റേഞ്ച് ആണ്. 00H to 7FH. ഇതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്നാണ്. അപ്പൊ അതിനൊരു എളുപ്പ വഴിയുണ്ട്. 128 ലൊക്കേഷൻസ് ആണ് നമുക്കുള്ളത് അല്ലെ. ഈ 128 ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 128 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2⁻7 ആണ്. ഓക്കെ, 128 എന്ന് പറയുന്നത് 2⁻7 ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് ഈ 7നെ കൺസിഡർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഒരു 7 വൺസ് അങ്ങോട്ട് എഴുതാം. 7 വൺസ് 1 2 3 4 5 6 7 വൺസ് എഴുതി. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ 7 വൺസിനെ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാം. എങ്ങനെയാണ് ബൈനറീനെ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുക? 4 ബിറ്റ്സ് ബൈനറീനെ ഗ്രൂപ്പ് ചെയ്യുക. എന്നിട്ട് ആ 4 ബിറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സ് എഴുതാം. ഇവിടെ 1 2 3 4 പേരെ ഞാൻ ഗ്രൂപ്പ് ചെയ്തു. 1 2 3 ഇവിടെ 3 പേരെ ഗ്രൂപ്പ് ചെയ്യാനുള്ളൂ. അപ്പോൾ ഒരു അഡീഷണൽ ആയിട്ട് ഞാനൊരു 0 ഇട്ട് കൊടുത്തു. അപ്പോൾ 2 ഗ്രൂപ്പായിട്ട് എനിക്ക് കിട്ടി. ഈ 4 വൺസിന്റെ ഗ്രൂപ്പിനെയാണ് ആക്ച്വലി ഡെസിമലിൽ അത് എത്രയാ 15 ആണ്. 15 ഹെക്സാഡെസിമലിൽ പറയുന്നതാണ് എഫ്. 0111 എന്ന് പറയുന്നത് ഡെസിമലിൽ എത്രയാണ് 7 ആണ്. ഹെക്സാഡെസിമലിന് 7 ആണ്. അങ്ങനെയാണ് നമുക്ക് ഈ 128 ലൊക്കേഷൻസിലെ ലാസ്റ്റ് അഡ്രസ് 7F ആവുന്നത്. 7F അപ്പോൾ സ്റ്റാർട്ടിംഗ് അഡ്രസ് എത്രയാ 00. സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴും 00 എന്നാണ്. സോ ദ റാം സ്റ്റാർട്ട് ഫ്രം 00 to 7F. ഇങ്ങനെയാണ് അഡ്രസ് റേഞ്ച് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? സോ ദ റാം ഈ മെമ്മറി ഓർഗനൈസേഷൻ പറയുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ റാമിന്റെ അഡ്രസ് റേഞ്ച് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ സാധാരണ നമ്മൾ എന്താ ചെയ്ത് ബൈഹാർട്ട് ചെയ്യുക 00 to 7F 00 to 7F. അപ്പൊ ഇനി ബൈഹാർട്ട് ചെയ്യണ്ട. എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി ഓരോ ഏരിയാസിലും എങ്ങനെയാണ് അഡ്രസ് റേഞ്ച് പറയുന്നതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ 128 locations, 128 bytes ആണ് മെമ്മറി. സോ ദ അഡ്രസ് റേഞ്ച് സ്റ്റാർട്ട് ഫ്രം 00 to 7F. ഇനി മൊത്തത്തിലുള്ള ഈ 128 ബൈറ്റ്സ് ഓഫ് മെമ്മറി ലൊക്കേഷൻ, അതായത് ഇന്റേണൽ റാമിനെ മൊത്തത്തിൽ 3 ഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. 1 ഈസ് രജിസ്റ്റർ ബാങ്ക്, നെക്സ്റ്റ് ഈസ് ബിറ്റ് അഡ്രസബിൾ ഏരിയ, തേർഡ് ഈസ് ജനറൽ പർപ്പസ് ഏരിയ. ഓക്കെ, എന്തൊക്കെയാണ്? രജിസ്റ്റർ ബാങ്ക്സ്, ബിറ്റ് അഡ്രസബിൾ ഏരിയ, ജനറൽ പർപ്പസ് ഏരിയ. അതിൽ 128 ബൈറ്റ്സിലെ ഫസ്റ്റ് 32 ബൈറ്റ്സ് ആണ് രജിസ്റ്റർ ബാങ്ക് ആയിട്ട് ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് 32 ബൈറ്റ്സ്. പിന്നെ വരുന്ന 16 ബൈറ്റ്സ് ആണ് ജനറൽ പർപ്പസ് ഏരിയ ആയിട്ട് ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. സോ 32 + 16 എത്രയായി? 48. മൊത്തം എത്രയാണുള്ളത്? 128. 128ൽ 48 കഴിഞ്ഞാൽ ബാക്കി എത്ര? 80 ബൈറ്റ്സ്. നെക്സ്റ്റ് വരുന്ന 80 ബൈറ്റ്സ് ഓഫ് ഏരിയ ആണ് ജനറൽ പർപ്പസ് ഏരിയ. അപ്പൊ 3 ഏരിയാസ് ആണുള്ളത്. ഒന്ന് രജിസ്റ്റർ ബാങ്ക്, നെക്സ്റ്റ് വൺ ഈസ് ബിറ്റ് അഡ്രസബിൾ ഏരിയ, തേർഡ് വൺ ഈസ് ജനറൽ പർപ്പസ് ഏരിയ. ഓക്കെ, അപ്പോൾ ഓരോ ഏരിയാസും ഏത് തരത്തിലാണ് യൂട്ടിലൈസ് ചെയ്യുന്നതെന്നാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ രജിസ്റ്റർ ബാങ്ക് ഏരിയ. സോ ദ ഫസ്റ്റ് 32 ബൈറ്റ്സ്, ലൊക്കേഷൻ അവിടെ നിൽക്കട്ടെ, ഫസ്റ്റ് 32 ബൈറ്റ്സ് ഓഫ് 128 ബൈറ്റ് റാം ഈസ് ഗ്രൂപ്പ്ഡ് ഇൻ ടു രജിസ്റ്റർ ബാങ്ക്. ആദ്യത്തെ 32 ബൈറ്റുകളെ നമ്മൾ എങ്ങനെയാ രജിസ്റ്റർ ബാങ്ക് എന്ന പേരിലാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 32 ബൈറ്റ് ആണ് നമുക്കുള്ളത് അല്ലെ. അതിന് അഡ്രസ് റേഞ്ച് പറയാം. സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്നാണല്ലോ 00 എന്നാണല്ലോ. യെസ്. ഇനി നോക്കാം, വാട്ട് ഈസ് 32? 32 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2⁵5 ആണ് അല്ലെ. അപ്പോൾ 2ന്റെ പവർ എത്രയാ? 5. 5 എന്ന് പറഞ്ഞാൽ 5 വൺസ് നിങ്ങൾ ഇടാം. 5 വൺസ് ഇട്ടിട്ട് ഇതിനെ ഹെക്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 4 വൺസിന്റെ ഗ്രൂപ്പ് ആക്കാം. സോ 1 2 3 4 4 വൺസിന്റെ ഗ്രൂപ്പ് ആക്കി. പക്ഷെ ഇവിടെ ഒരു 1 ഉള്ളൂ. അപ്പൊ അതിനെ 4 ആക്കാൻ വേണ്ടി 3 zeros ഞാൻ ഇട്ട് കൊടുത്തു. സോ 1 1 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ആണ്. 0 0 0 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. സോ ദിസ് ഈസ് ദ കറസ്പോണ്ടിങ് hexadecimal representation of this bit combination. So 00 മുതൽ 1F വരെയാണ് ഈ 32 ബൈറ്റ്സ് കിടക്കുന്നത്. നോക്കിക്കേ, 00 മുതൽ 1F വരെ ഇതുവരെയുള്ള ഏരിയാസിനെയാണ്. ഇതുവരെ മൊത്തം എത്ര ബൈറ്റ്സ് ഉണ്ട് എന്നറിയോ? മൊത്തം 32 ബൈറ്റ്സ് ഉണ്ട്. 128 ബൈറ്റ്സിലെ മൊത്തം 32 ബൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 ലൊക്കേഷൻ. ഈച്ച് ലൊക്കേഷൻ ഈസ് ഹാവിംഗ് 1 ബൈറ്റ് അല്ലെ. അപ്പൊ അങ്ങനെ 32 ബൈറ്റ്സിനെയാണ് നമ്മൾ രജിസ്റ്റർ ബാങ്ക് ആക്കി സെലക്ട് ചെയ്തിരിക്കുന്നത്. രജിസ്റ്റർ ബാങ്ക് എന്ന് പറയുന്നത് ഒരു രജിസ്റ്റർ ബാങ്ക് അല്ല, 4 രജിസ്റ്റർ ബാങ്ക് ഉണ്ട്. അപ്പോൾ 32 ബൈറ്റ് ഓഫ് ലൊക്കേഷൻ അല്ലെങ്കിൽ 32 ലൊക്കേഷനിൽ 4 രജിസ്റ്റർ ബാങ്ക് എന്ന് പറയുമ്പോൾ ഓരോ രജിസ്റ്റർ ബാങ്കിന്റെ സൈസ് എത്രയായിരിക്കും? 8 ബൈറ്റ്സ്. കാരണം 4 × 8 are 32. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, 32 ലൊക്കേഷനിൽ
4 രജിസ്റ്റർ ബാങ്കുകൾ. അപ്പോൾ ഓരോ ബാങ്കിന്റെയും സൈസ് എത്രയായിരിക്കും? 8 ബൈറ്റ് ഉള്ള ഓരോ ബാങ്കുകൾ. അപ്പോൾ അങ്ങനെ 4 × 8 യു വിൽ ഗെറ്റ് 32. ഇനി ഇവിടെ നിങ്ങൾക്ക് ഈക്വൽ ആയിട്ടല്ലാതെ കാണാം, പക്ഷെ അത് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിനെ വലുതാക്കി വരച്ചു എന്നേ ഉള്ളൂ. ബാക്കിയല്ല എല്ലാം ഈക്വൽ സൈസ് ഉള്ള മെമ്മറി ലൊക്കേഷൻസ് ആണ്. ഇനി എന്തിനാണ് ഈ രജിസ്റ്റർ ബാങ്ക്? രജിസ്റ്റർ ബാങ്കുകളിൽ മെയിൻ ആയിട്ട് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ബാങ്കുകളുടെയും പേര് നോക്കിക്കോ. ബാങ്ക് 0, ബാങ്ക് 1, ബാങ്ക് 2, ബാങ്ക് 3. അപ്പോൾ മൊത്തം 32. 32നെ 8, 8, 8, 8 വീതമുള്ള 4 ബാങ്കുകളാക്കി തിരിച്ചിട്ടുണ്ട്. അതിലുള്ള ഫസ്റ്റ് 8 ലൊക്കേഷൻസിനെയാണ് രജിസ്റ്റർ ബാങ്ക് 0, നെക്സ്റ്റ് 8 ലൊക്കേഷന് രജിസ്റ്റർ ബാങ്ക് 1, അടുത്ത 8 ലൊക്കേഷൻസിന് രജിസ്റ്റർ ബാങ്ക് 2, അടുത്ത 8 ലൊക്കേഷൻ രജിസ്റ്റർ ബാങ്ക് 3. ഇങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത്. അതിൽ ഓരോ രജിസ്റ്റർ ബാങ്കിലും ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് അതായത് 8051ന് താൽക്കാലികമായിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് രജിസ്റ്റേഴ്സ് ആവശ്യമാണ്. എല്ലാ മൈക്രോ കമ്പ്യൂട്ടേഴ്സിനും രജിസ്റ്റേഴ്സ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ഓപ്പറേഷൻസ് സ്പീഡിൽ നടക്കും. നമുക്ക് പെട്ടെന്ന് 2 നമ്പറിനെ ആഡ് ചെയ്യണം. അപ്പോൾ ഈ 2 നമ്പേഴ്സിനെ ആഡ് ചെയ്യാനുള്ള 2 നമ്പേഴ്സിനെ ഏതെങ്കിലും ഒരു മെമ്മറി ലൊക്കേഷനിൽ കൊണ്ടുവച്ചിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യാം. ഇതുപോലുള്ള രജിസ്റ്റേഴ്സ് റെഡിലി അവൈലബിൾ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഡാറ്റയെ അങ്ങോട്ട് ഇടാം, പെട്ടെന്ന് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ബാങ്കിലും 8 രജിസ്റ്റേഴ്സ് വീതമാണ് ഉള്ളത്, അത് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ രജിസ്റ്റേഴ്സിന്റെ പേര് കൊടുത്തിരിക്കുന്നത് R0 to R7 ആണ്. അതായത് R0, R1, R2, R3, R4, R5, R6, R7. അപ്പോൾ രജിസ്റ്റർ ബാങ്ക് 0 നോക്കിക്കഴിഞ്ഞാൽ അതിൽ R0, R1, R2, R3, R4, R5, R6, R7 എന്ന് പറയുന്ന 8 രജിസ്റ്റേഴ്സ് ഉണ്ട്. രജിസ്റ്റർ ബാങ്ക് 1 നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ അകത്തും R0, R1, R2, R3 എക്സെട്ര അപ് ടു R7 എന്ന് പറയുന്ന രജിസ്റ്റേഴ്സ് അവൈലബിൾ ആണ്. ബാങ്ക് 2 നോക്കിക്കഴിഞ്ഞാലും R0 to R7 വരെയുള്ള രജിസ്റ്റേഴ്സ് അവൈലബിൾ ആണ്. ഇത് നോക്കിക്കഴിഞ്ഞാലും R0 to R7 വരെയുള്ള രജിസ്റ്റേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളൊരു പർട്ടിക്കുലർ രജിസ്റ്ററിനെ അഡ്രസ് ചെയ്ത് വിളിക്കുകയാണെങ്കിൽ ഏത് രജിസ്റ്റർ, ഏത് ബാങ്കിലുള്ള രജിസ്റ്ററിനെ ആയിരിക്കും സെലക്ട് ചെയ്യുക. അപ്പോൾ അറ്റ് എ ടൈം ഈ 4 രജിസ്റ്റർ ബാങ്കുകളിൽ ഏതോ ഒരു പർട്ടിക്കുലർ രജിസ്റ്റർ ബാങ്ക് മാത്രമേ ആക്റ്റീവ് ആവുകയുള്ളൂ. അപ്പോൾ നിങ്ങളൊരു പർട്ടിക്കുലർ രജിസ്റ്ററിനെ വിളിക്കുകയാണ്, R4 എന്ന് പറയുന്ന ഒരു രജിസ്റ്ററിനെ വിളിക്കുകയാണെങ്കിൽ ആ R4 ഏത് ബാങ്ക് ആണോ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത് ആ ബാങ്കിലെ R4 ആണ് ഉദ്ദേശിക്കുന്നത് എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏത് ബാങ്കാണ് ആക്റ്റീവ് ആയിരിക്കുന്നത് എന്നുള്ളതാണ് തീരുമാനിക്കുന്നത്. അത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് എന്ന് പറയുന്ന ഒരു ഫ്ലാഗ് രജിസ്റ്റർ 8051 ഉണ്ട്. ആ ഫ്ലാഗ് രജിസ്റ്ററിലുള്ള 2 ബിറ്റ്സ് ഉണ്ട്, RS1, RS0 എന്ന് പറയുന്ന 2 ബിറ്റ്സ്. ഈ ബിറ്റ്സ് ആണ് ഏത് രജിസ്റ്റർ ബാങ്ക് ആണ് ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത് എന്ന് തീരുമാനിക്കുന്നത്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് എന്ന് പറയുന്ന സെഷനിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് എന്ന് പറയുന്ന ഒരു 8-bit രജിസ്റ്റർ ആണ്. അതിൻ്റെ അകത്തുള്ള 2 ലൊക്കേഷൻസ് ആണ് RS1, RS0 എന്ന് പറയുന്നത്. ഈ ബിറ്റിന്റെ വേരിയേഷൻ അനുസരിച്ച് സപ്പോസ് ഇഫ് ദ ബിറ്റ്സ് ആർ 00 then bank 0 will be selected. If the bits are 01 bank 1 is selected. If 10 bank 2 is selected. If 11 bank 3 is selected. അപ്പോൾ ഈ ബിറ്റ് കോമ്പിനേഷൻ നോക്കിയിട്ടാണ് നമ്മൾ ഏത് രജിസ്റ്റർ ബാങ്ക് ആണ് ആക്ടിവേറ്റ് ആയിട്ടിരിക്കുന്നത് തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ജനറൽ പർപ്പസ് രജിസ്റ്ററിനെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം PSWയിൽ പോയിട്ട് ഏത് ബാങ്കാണ് ആക്റ്റീവ് എന്ന് നോക്കണം. ആ ബാങ്കിലുള്ള പർട്ടിക്കുലർ രജിസ്റ്ററിനെ ആയിരിക്കും വിളിച്ചിട്ടുണ്ടാവുക. ഓക്കെ, so that is the first area. First area കിട്ടിയല്ലോ, ഫസ്റ്റ് 32 bytes of location starting from 00 to 1F. അതിനെ നമ്മൾ എന്താ പറയുന്നത്? രജിസ്റ്റർ ബാങ്ക് ഏരിയ. രജിസ്റ്റർ ബാങ്ക് ഏരിയ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 32 ലൊക്കേഷനിൽ മൊത്തം 4 രജിസ്റ്റേഴ്സ് ഉണ്ട്. ഓരോ 4 രജിസ്റ്റർ ബാങ്കുകളുണ്ട്. ഓരോ രജിസ്റ്റർ ബാങ്കിലും 8 ബൈറ്റ്സ് മെമ്മറി ലൊക്കേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ 8 ലൊക്കേഷൻസ് ഉണ്ട്, 1 byte ഈച്ച്. അതിൽ ഓരോന്നിൻ്റെ അകത്തും 8 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ഇങ്ങനെയാണ് ആ ഒരു ഫസ്റ്റ് സെക്ഷനെ നമ്മൾ തിരിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ അടുത്ത 16 ബൈറ്റ്സ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ 32 ബൈറ്റ്സ് കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്ന 16 ബൈറ്റ്സ്, അതിന്റെ ലൊക്കേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട് 20 to 2F. ഇനി അതെങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളതാണ് അടുത്തത്. അത് ഭയങ്കര സിമ്പിൾ ആണ്. അതായത് ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുന്ന ലൊക്കേഷൻ 1F വരെ എത്തിയിട്ടുണ്ട്. 32 ബൈറ്റ് 1F വരെ. ഓക്കെ, 32 ബൈറ്റ്സ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ആ ഗ്രൂപ്പ് 1F വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ 1F കഴിഞ്ഞിട്ട് അടുത്ത വരുന്നത് ഏതാണ്? 20. അപ്പോൾ 20ൽ തുടങ്ങി 16 ലൊക്കേഷൻ 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 2A, 2B, 2C, 2D, 2E, 2F. 16 ലൊക്കേഷൻസ്. ആ 16 ലൊക്കേഷൻസ് ആണ് എന്തായിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്? ബിറ്റ് അഡ്രസബിൾ രജിസ്റ്റേഴ്സ് എന്നും പറഞ്ഞിട്ടുള്ള പേരിൽ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി എന്താണ് ഈ ബിറ്റ് അഡ്രസബിൾ ഏരിയ എന്ന് പറയുന്നത്? നമ്മൾ റാം എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ
ആ റാമിൻ്റെ അകത്ത് ഒരു പർട്ടിക്കുലർ അഡ്രസ്സ് നമ്മൾ ആക്സസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ നമ്മൾ ആക്സസ് ചെയ്യുന്നു. ആ പർട്ടിക്കുലർ ലൊക്കേഷന് നമ്മൾ ആക്സസ് ചെയ്യാൻ വേണ്ടി ആ പർട്ടിക്കുലർ ലൊക്കേഷൻ ഒരു അഡ്രസ്സ് ഉണ്ടാവും. ഇപ്പോൾ സപ്പോസ് 17H എന്ന് പറയുന്ന ഒരു അഡ്രസ്സ്, ഇവിടെയുള്ള ഒരു അഡ്രസ്സാണ് 17H. ഈ 17H എന്ന് പറയുന്ന ഒരു അഡ്രസ്സ് ഞാൻ ആക്സസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഈ ലൊക്കേഷനിലുള്ള 8 ബിറ്റ്സിനെയും ഒരു ബൈറ്റ് ആയിട്ടാണ് എനിക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുക. മൊത്തത്തിൽ 8 ബിറ്റിനെയും എഫക്ട് ചെയ്യുന്ന രീതിയിലാണ് എനിക്ക് ആ പർട്ടിക്കുലർ അഡ്രസ് ലൊക്കേഷനിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുക. പക്ഷേ ചിലപ്പോൾ എനിക്ക് ഈ 8 ബിറ്റുകളിൽ ഏതെങ്കിലും ഒരു ബിറ്റിനെ മാത്രമായിരിക്കും ചേഞ്ച് ചെയ്യിക്കേണ്ടത്. മൊത്തത്തിലുള്ള ഡാറ്റേനെ ചേഞ്ച് ചെയ്യിക്കേണ്ട ആവശ്യം എനിക്ക് ഉണ്ടാവില്ല. ചിലപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബിറ്റിനെ 8 ബിറ്റിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബിറ്റിനെ ആയിരിക്കും എനിക്ക് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഈ പർട്ടിക്കുലർ ബിറ്റിനെ നിങ്ങൾക്ക് 17H എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ ഈ ഒരു പർട്ടിക്കുലർ ബിറ്റിനെ മാത്രമായിട്ട് അഡ്രസ് ചെയ്ത് എടുക്കാൻ പറ്റുമോ? പറ്റില്ല. 17H എന്ന് പറയുന്ന അഡ്രസ് ലൊക്കേഷൻ നിങ്ങൾക്ക് കോൾ ഫോർ ചെയ്യാം. പക്ഷേ അത് കോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക ഈ 8 ബിറ്റുകൾ ഒരുമിച്ചാണ്. പിന്നെ അതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്തിട്ട് വേണം നിങ്ങൾ ആ പർട്ടിക്കുലർ ബിറ്റിനെ മാറ്റാൻ. പക്ഷേ ഈ ഡാറ്റ ബിറ്റ് അഡ്രസ്സബിൾ ഏരിയയിലാണ് കിടക്കുന്നതെങ്കിൽ ബിറ്റ് അഡ്രസ്സബിൾ ഏരിയയിലെ ഓരോ ബിറ്റിനും അഡ്രസ്സുകളുണ്ട്. ഓരോ ബിറ്റും അഡ്രസ്സബിൾ ആണ്. അങ്ങനെയാണ് നമ്മൾ ഈ 16 ബിറ്റ് ഏരിയനെ ബിറ്റ് അഡ്രസ്സബിൾ ഏരിയ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഏരിയനെ എക്സ്പാൻഡ് ചെയ്തതാണിത്. അതായത് 20 മുതൽ 2F വരെയുള്ള ഏരിയ. ഈ ഏരിയയിൽ നോക്കിക്കോ, ഓരോ ലൊക്കേഷനിൽ നോക്കിക്കോ 1 2 3 4 5 6 7 8 ഡാറ്റ വീതമാണ് ഓരോ ലൊക്കേഷനും ഉള്ളത് അല്ലേ. ഓരോ മെമ്മറി ലൊക്കേഷനും ഓരോ ബൈറ്റ് ആണുള്ളത്. അതിൽ ഓരോ ബൈറ്റിന്റെ ഇടയിൽ ചെറിയ 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 വാല്യൂസ് കൊടുത്തിട്ട് കണ്ടോ. സോ ഓരോ ലൊക്കേഷൻസിനും ബിറ്റ് അഡ്രസ്സുകൾ ഉണ്ട്. ഈ പർട്ടിക്കുലർ ലൊക്കേഷൻ്റെ അഡ്രസ്സ് 00, ഈ പർട്ടിക്കുലർ ലൊക്കേഷൻ്റെ അഡ്രസ്സ് 01. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് റാൻഡം ആയിട്ട് ഈ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലുള്ള ഡാറ്റേനെ നിങ്ങൾക്ക് എന്തെങ്കിലും റൈറ്റ് ചെയ്യണോ, സെറ്റ് ചെയ്യിക്കാനോ, റീസെറ്റ് ചെയ്യിക്കാനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ പർട്ടിക്കുലർ അഡ്രസ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വിളിച്ചിട്ട് എന്ത് ചെയ്യാം, അതിനെ സെറ്റ് ചെയ്യിക്കുകയോ ക്ലിയർ ചെയ്യിക്കുകയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും. ഓൾറെഡി ഈ ഒരു ഏരിയയിൽ 18H എന്ന് പറയുന്ന ഒരു ബൈറ്റ് അഡ്രസ്സ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട്. സെയിം 18 എന്ന് പറയുന്ന ഒരു അഡ്രസ്സ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തും കാണാം. അപ്പോൾ 18H എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ അഡ്രസ് ലൊക്കേഷനിൽ ഞാൻ ഡാറ്റ റൈറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പം ഈ ബൈറ്റ് അഡ്രസ് ആണോ സെലക്ട് ആവുക, ആ ബിറ്റ് അഡ്രസ് ആണോ സെലക്ട് ആവുക? അതിനുവേണ്ടി നമുക്ക് സെപ്പറേറ്റ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ബിറ്റിനെ സെറ്റ് ചെയ്യിക്കാൻ വേണ്ടി സെറ്റ് ബി എന്ന് പറയുന്ന സെപ്പറേറ്റ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അത് യൂസ് ചെയ്ത് സെറ്റ് ബി 18 എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ 18 എന്ന് പറയുന്ന പർട്ടിക്കുലർ ബിറ്റ് ആണ് ചേഞ്ച് ആവുക, ഈ ബൈറ്റ് അല്ല ചേഞ്ച് ആവുക. അപ്പോൾ ബിറ്റ് അഡ്രസ്സബിൾ ഏരിയന്റെയും മൊത്തത്തിലുള്ള ബൈറ്റ് അഡ്രസ്സബിൾ ഏരിയന്റെയും ലൊക്കേഷൻ അഡ്രസ്സ് സെയിം ആയാലും പ്രശ്നമില്ല. ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന സമയത്ത് ബിറ്റ് അഡ്രസ്സിങ്ങിന് സെപ്പറേറ്റ് ഇൻസ്ട്രക്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ട് ഓരോ ബിറ്റ്സിനെയും സെറ്റ് ചെയ്യാനും ക്ലിയർ ചെയ്യാനും പറ്റും. അതാണ് ബിറ്റ് അഡ്രസ്സബിൾ ഏരിയയുടെ പ്രത്യേകത. ക്ലിയർ ആയോ പറഞ്ഞത്? അതായത് എല്ലാ മെമ്മറി ലൊക്കേഷനും അഡ്രസ്സ് ഉണ്ടാവും. യൂഷ്വലി ഒരു പർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു 8 ബിറ്റ് അഡ്രസ്സ് ആയിരിക്കും. ആ 8 ബിറ്റ് അഡ്രസ്സ് വെച്ചിട്ട്, റാമിൻ്റെ കേസാണ്, ഒരു അഡ്രസ്സ് വെച്ചിട്ട് നമ്മളൊരു പർട്ടിക്കുലർ ലൊക്കേഷനിലുള്ള ഡാറ്റ ആക്സസ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ആ ലൊക്കേഷനിലുള്ള 8 ബിറ്റ്സ് ഓഫ് ഡാറ്റയെ നമുക്ക് ഒരുമിച്ചാണ് കിട്ടുക. പിന്നെ ആ ഒരു 8 ബിറ്റ് ഓഫ് ഡാറ്റയിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡാറ്റേനെ മാത്രം നിങ്ങൾക്ക് തെരഞ്ഞു പിടിച്ച് മാറ്റാൻ പറ്റില്ല. തെരഞ്ഞു പിടിച്ച് മാറ്റണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ പർട്ടിക്കുലർ സാധനത്തിൻ്റെ അഡ്രസ്സ് നിങ്ങൾക്ക് കിട്ടണം. പക്ഷേ ബൈറ്റ് അഡ്രസ്സബിൾ ആയിട്ടുള്ള ഒറ്റ ഏരിയയിലും ബിറ്റിന് മാത്രമായിട്ട് അഡ്രസ്സ് ഉണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റ് 32 ലൊക്കേഷൻസിൽ ഈ പരിപാടി നടക്കില്ല. അടുത്ത വരുന്ന 20 മുതൽ 2F വരെയുള്ള 16 ബൈറ്റ്സ് ഓഫ് ലൊക്കേഷൻസിനെ ബിറ്റ് അഡ്രസ്സബിൾ ആക്കിയിട്ടാണ് 8051 ഇന്റേണൽ റാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ ലൊക്കേഷൻസിനെയും സെപ്പറേറ്റ് ആയിട്ട് ഓരോ ബിറ്റിനെയും, ഈ ലൊക്കേഷനിൽ കിടക്കുന്ന ഓരോ ബിറ്റിനെയും ബിറ്റ് വൈസ് ആയിട്ട് എടുത്ത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഫ്രീഡം നിങ്ങൾക്കുണ്ട്. സോ ദാറ്റ് ഈസ് അബൌട്ട് ബിറ്റ് അഡ്രസ്സബിൾ ഏരിയ. സോ ബൈറ്റ് ഓപ്പറേഷൻസ് ആൻഡ് ബിറ്റ് ഓപ്പറേഷൻസ് ക്യാൻ ബി പെർഫോംഡ് യൂസിങ്. ഇനി നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ബൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാനും പറ്റും. കാരണം ഈ മൊത്തം ഡാറ്റേനെ നിങ്ങൾക്ക് ഒരുമിച്ച് വേണമെങ്കിൽ യു ക്യാൻ യൂസ് ദ അഡ്രസ് 29. ഓക്കെ, അപ്പോൾ ബൈറ്റ് അഡ്രസ്സിങ് അവിടെ പ്രോഹിബിറ്റഡ് ഒന്നുമല്ല. ബൈറ്റ് അഡ്രസ്സിങ്ങും ചെയ്യാം, ബിറ്റ് അഡ്രസ്സിങ് ചെയ്യാം. ബൈറ്റ് അഡ്രസ്സിങ് ബിറ്റ് അഡ്രസ്സിങ് തമ്മിൽ എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുക? യൂസിങ് സെപ്പറേറ്റ് ഇൻസ്ട്രക്ഷൻസ്. ക്ലിയർ ആണല്ലോ? സോ മൊത്തത്തിൽ ബിറ്റ് ഓപ്പറേഷൻ അവൈലബിൾ ആയിരിക്കുന്നത് 16 ലൊക്കേഷൻസ് ആണ് അല്ലെ. 16 ലൊക്കേഷനിലും 8 ബിറ്റ് വീതമുണ്ട്. സോ മൊത്തം 128 ബിറ്റ് ലൊക്കേഷൻ, 128 ബിറ്റ് ലൊക്കേഷൻസ് ബിറ്റ് അഡ്രസ്സബിൾ ആയിട്ട് അവൈലബിൾ ആണ് 8051 ഇന്റേണൽ റാമിൽ. സോ സെക്കൻഡ് ഏരിയയും ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ലാസ്റ്റ് ഏരിയനെ പറ്റി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇതുവരെ നമ്മൾ പറഞ്ഞ ഏരിയാസ് എല്ലാം ഒരു സ്പെസിഫിക് ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ, അത് കഴിഞ്ഞിട്ട് ബിറ്റ് അഡ്രസ്സബിൾ ആയിട്ടുള്ള വേറൊരു ഏരിയ. ഇനി ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ഏരിയ നിങ്ങൾക്ക് ജനറൽ ആയിട്ടുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം.
താൽക്കാലികമായിട്ട് വരുന്ന ഇഷ്ടം പോലെയുള്ള ഡാറ്റാസ് സ്റ്റോർ ചെയ്യാനും ഏരിയാസ് വേണ്ടേ, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏരിയ ആണ് ഈ ജനറൽ പർപ്പസ് ഏരിയ അല്ലെങ്കിൽ സ്ക്രാച്ച് പാഡ് ഏരിയ എന്ന് പറയും. അപ്പോൾ അതിന്റെ റേഞ്ച് എങ്ങനെ നമ്മൾ മനസ്സിലാക്കുക? തൊട്ട് മുമ്പ് നിർത്തിയിരിക്കുന്നത് 2F-ലാണ്. 2F-ന്റെ അടുത്ത ലൊക്കേഷൻ ഏതാ? 30. ഇനി ലാസ്റ്റ് 128 ബൈറ്റ്സിന്റെ ലാസ്റ്റ് ലൊക്കേഷൻ 7F ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ 30H മുതൽ 7FH വരെ നീളുന്ന മൊത്തം എത്ര ലൊക്കേഷൻസ് ആണ്? 80 ബൈറ്റ്സ്. 80 ലൊക്കേഷൻസ് ഈച്ച് ഹാവിംഗ് 1 ബൈറ്റ്സ് ഓഫ് ഡാറ്റ. സോ 80 ബൈറ്റ്സ് ഓഫ് മെമ്മറിയാണ് ജനറൽ പർപ്പസ് സ്ക്രാച്ച് പാഡ് ഏരിയ ആയിട്ട് റാമിൽ മാറ്റി വെച്ചിട്ടുള്ളത്. സോ ലൊക്കേഷൻ ഓർത്തിരിക്കുക, 30H to 7F. 80 ബൈറ്റ് ഏരിയയിലകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ജനറൽ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. സോ ദിസ് ഈസ് അബൌട്ട് റാം ഓർഗനൈസേഷൻ. അപ്പോൾ പ്രധാനമായിട്ട് ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് ഇതിന്റെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ കൃത്യമായിട്ടുള്ള അഡ്രസ് റേഞ്ചുകൾ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പോകണം. അപ്പോൾ അഡ്രസ് റേഞ്ചുകൾ മനസ്സിലാക്കാനുള്ള ട്രിക്കാണ് ഞാനിവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. ഓക്കെ, സോ മൊത്തം മെമ്മറിനെ 3 പാർട്ടായിട്ട് രജിസ്റ്റർ ബാങ്ക്, ബിറ്റ് അഡ്രസബിൾ ഏരിയ, ജനറൽ പർപ്പസ് ഏരിയ. രജിസ്റ്റർ ബാങ്ക് എന്ന് പറയുന്നത് 32 ബൈറ്റ്, ബിറ്റ് അഡ്രസബിൾ ഏരിയ 16 ബൈറ്റ്, ജനറൽ പർപ്പസ് ഏരിയ 80 ബൈറ്റ്. ഓരോന്നിന്റെയും ഫംഗ്ഷനിങ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു തന്നു. സോ നെക്സ്റ്റ് ഒരു ചെറിയ കാര്യം കൂടി ഇതിൻ്റെ അകത്ത് പറയാം. ഇന്റേണൽ റാം ഉണ്ട്, എക്സ്റ്റേണൽ റാം ഉണ്ട് എന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു. 8051-ന് 128 ബൈറ്റ് 128 ബൈറ്റ്സ് ഓഫ് ഇന്റേണൽ റാം അവൈലബിൾ ആണ്. കൂടാതെ അതിന് എക്സ്റ്റെൻഡ് ചെയ്യാം, 64 കിലോ ബൈറ്റ് വരെ എക്സ്റ്റെൻഡ് ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞു. അതില് ഇന്റേണൽ റാം 128 ബൈറ്റുള്ള ഇന്റേണൽ റാമിനെ അഡ്രസ് ചെയ്യുന്നത് 8 ബിറ്റ്സ് വെച്ചിട്ടാണ്. എക്സ്റ്റേണൽ റാമിനെ അഡ്രസ് ചെയ്യുന്നത് 16 ബിറ്റ് വെച്ചിട്ടാണ്. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി അതുണ്ട്. അതായത് നിങ്ങളുടെ കയ്യിൽ സപ്പോസ് യു ആർ ഹാവിങ് 2 അഡ്രസ് ലൊക്കേഷൻസ്, 2 അഡ്രസ് ലൊക്കേഷൻ ഉണ്ട് എന്ന് വിചാരിക്കാം. ഈ 2 അഡ്രസ് ലൊക്കേഷനെ അഡ്രസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എത്ര ബിറ്റ് വേണം? ഒരൊറ്റ ബിറ്റ് പോരെ. അതായത് 0 എന്ന് പറയുന്ന ബിറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ അഡ്രസ് ലൊക്കേഷൻ, 1 എന്ന് പറയുന്ന ബിറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് വേറൊരു പർട്ടിക്കുലർ അഡ്രസ് ലൊക്കേഷൻ. അപ്പോൾ ഒരു ബിറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര അഡ്രസ് ലൊക്കേഷൻസ് അഡ്രസ് ചെയ്യാൻ പറ്റും? 2 അഡ്രസ് ലൊക്കേഷൻ. സപ്പോസ് യു ആർ യൂസിങ് 2 ബിറ്റ്സ്. അങ്ങനെയാണെങ്കിൽ ആ 2 ബിറ്റ്സിന്റെ 0-0 കോമ്പിനേഷൻ എടുക്കുക, that represent one address location. 0-1 combination എടുക്കുക, that represent another location. 1-0 combination എടുക്കുക, that represent another location. 1-1 എടുക്കുക, that represents another location. അപ്പോൾ 2 ബിറ്റ്സിന്റെ കോമ്പിനേഷൻ എടുത്താൽ you can address up to 4 location. ഇനി ഒരു ബിറ്റ് എടുത്തു, you are getting 2 location. 2 ബിറ്റ് എടുത്തു, you are getting 4 location. ഇനി 3 ബിറ്റാണ് എടുക്കുന്നതെങ്കിൽ you will be getting 8 location. 4 ബിറ്റാണ് എടുക്കുന്നതെങ്കിൽ you will be getting 16 locations. അപ്പോൾ എന്താണ് ആ റിലേഷൻ? n ബിറ്റ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ അഡ്രസ്സിങ് ചെയ്യുന്നതെങ്കിൽ you can address up to 2n location. 2n locations നിങ്ങൾക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും. ആകെ 128 ബൈറ്റ് ഓഫ് ഇന്റേണൽ റാം ആണ് 805-നുള്ളത്. 128 ബൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 128 എന്ന് പറയുന്നത് എത്രയാണെന്ന് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞില്ലേ, ദാറ്റ് ഈസ് 2⁻7 എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 ബിറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് 128 ലൊക്കേഷൻസ് അഡ്രസ് ചെയ്യാം. പോട്ടെ, ഒരു ബിറ്റും കൂടെ എക്സ്ട്രാ കൊടുത്തു, 8 ബിറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് സുന്ദരമായിട്ട് 128 ലൊക്കേഷൻസ് അഡ്രസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇന്റേണൽ റാം 8 ബിറ്റ് അഡ്രസ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ നോക്കിക്കോ, ഇന്റേണൽ റാമിലുള്ള എല്ലാ അഡ്രസ്സുകളും നോക്കിക്കോ, 07, 2F, 30, ഇതൊക്കെ എത്രയാ? 8 ബിറ്റ്സ് ആണ്. ഹെക്സാഡെസിമലിൽ 2 ഡിജിറ്റ് യൂസ് ചെയ്താൽ അതിന്റെ അർത്ഥം എന്താ? ഓരോ ഡിജിറ്റിനും ഇക്വലന്റ് ആയിട്ട് 4 ബിറ്റ് ബൈനറി ഉണ്ടാവും. അപ്പോൾ 8 ബിറ്റ്സ് ആണ് അതിന്റെ ഇക്വലന്റ് എന്ന് പറയുന്നത്. സോ ഇന്റേണൽ റാമിന്റെ അഡ്രസ്സുകളെല്ലാം എത്രയാണ്? 8 ബിറ്റ് അഡ്രസ് ആണ്. പക്ഷേ എക്സ്റ്റേണൽ റാം എന്ന് പറയുന്നതിന് നിങ്ങൾക്ക് ഓൾറെഡി 8051 അഡ്രസ് ബസ് ഉണ്ട്. ആ അഡ്രസ് ബസ് എത്രയാ? 16 ബിറ്റ് ഓഫ് അഡ്രസ് ബസ് ആണ് 8051 ഉള്ളത്. 16 ബിറ്റ് ഓഫ് അഡ്രസ് ബസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 16 ബിറ്റ്സ് എന്തിനു യൂസ് ചെയ്യാം? അഡ്രസ്സിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം. 16 ബിറ്റ് യൂസ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 2⁻16 കോമ്പിനേഷൻസ്. 2⁻16 എന്ന് പറഞ്ഞാൽ എത്രയാണെന്നറിയോ? 2⁻6 into 2⁻10. 2⁻10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് 1 കിലോ. 2⁻6 എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് 64. 64 into 1 കിലോ എന്ന് പറഞ്ഞാൽ 64K. 64K ലൊക്കേഷൻസ് നിങ്ങൾക്ക് 16 ബിറ്റ് വെച്ചിട്ട് അഡ്രസ് ചെയ്യാൻ പറ്റും. ഓരോ ലൊക്കേഷൻസിനും 1 ബൈറ്റ് മെമ്മറി സ്റ്റോർ ചെയ്യാൻ പറ്റും. സോ 64Kയിൽ എത്ര മെമ്മറി പറ്റും? 64 കിലോ ബൈറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് 8051-ന്റെ എക്സ്റ്റേണൽ മെമ്മറി എന്ന് പറയുന്നത് 64 കിലോ ബൈറ്റ് ആണെന്ന് പറയുന്നത്. എക്സ്റ്റേണൽ മെമ്മറിന്റെ അഡ്രസ് എന്ന് പറയുന്നത് 16 ബിറ്റ് ആണ്. ഇന്റേണൽ മെമ്മറിയുടെ അഡ്രസ് എന്ന് പറയുന്നത് 8 ബിറ്റ് ആണ്. സോ ഇന്റേണലി 128 ബൈറ്റ്സ് ഓഫ് മെമ്മറി ഉണ്ട്.
എക്സ്റ്റേണലി 64 KB മെമ്മറി ഉണ്ട്. സോ ടോട്ടൽ 128 byte പ്ലസ് 64 kilobytes ഓഫ് മെമ്മറി ക്യാൻ ബി യൂസ്ഡ് ഫോർ ഇന്റേണൽ റാം ആൻഡ് എക്സ്റ്റേണൽ റാം. മൊത്തത്തിൽ റാമിന്റെ കാൽക്കുലേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും മെമ്മറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും 8051 യൂസ് ചെയ്തിട്ട്. ക്ലിയർ ആണല്ലോ? സോ ദിസ് കംപ്ലീറ്റ്സ് ദ ഇന്റേണൽ റാം ഓർഗനൈസേഷൻ. ഇപ്പം ഞാൻ പറഞ്ഞു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഈ മൈക്രോ കൺട്രോളറിൻ്റെ ഫുൾ കോഴ്സ് നിങ്ങൾക്ക് വൺസിൻ്റെ ആപ്പിൽ അവൈലബിൾ ആണ്. ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ അത് പർച്ചേസ് ചെയ്യാൻ പറ്റും. സോ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക, എന്നിട്ട് പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക, എക്സാംസിന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.